ഷാഫി പറമ്പിലാണ് വർഗീയവാദി, ഷാഫി പറമ്പിലാണ് ഇതിന്റെ പിന്നിലെന്ന് ടീച്ചറമ്മ ഉൾപ്പെടെ പറഞ്ഞു. ഉളുപ്പുണ്ടോ ശൈലജ ടീച്ചറെ? നിങ്ങളൊക്കെ ടീച്ചറെ എങ്ങനെയാ വിളിക്കേണ്ടത്? നിങ്ങളൊക്കെ ടീച്ചർ അമ്മയാണല്ലോ. മണ്ണാങ്കട്ട. നിങ്ങൾ പറഞ്ഞില്ലേ ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ്, ഷാഫി പറമ്പിലാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ. ഇപ്പൊ എന്തായി? ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഇപ്പം കണ്ടെത്തും. പോലീസ് വരും കേട്ടോ. ഞാൻ ഇപ്പൊ പറയുന്നില്ല ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നിന്ന്. യഥാർത്ഥത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ആ പെരും കള്ളത്തെ, വ്യാജ നിർമ്മിതിയെ ആദ്യം പൊളിച്ചടിക്കിയത് വടകരയിലെ ജനങ്ങളാണ്. അവർ ഈ പറയുന്ന വർഗീയ വിഷം വമിപ്പിക്കുന്ന CPM-ന്റെ ഈ കപട നാട്യത്തെ, ഇവരുടെ ഈ രീതിയിലുള്ള കുതന്ത്രത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തി. ടീച്ചറമ്മയെ നാണം കെട്ട രീതിയിൽ തോൽപ്പിച്ചു അല്ലേ? 1.25 ലക്ഷത്തിന്റെ വോട്ടിന് അവര് ഷാഫി പറമ്പിലിനെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വടകരയിലെ നീതിബോധമുള്ള ജനങ്ങൾ, അവർക്ക് മനസ്സിലായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പിന്നിൽ യൂത്ത് ലീഗ് അല്ല, കോൺഗ്രസ് അല്ല, ഷാഫി പറമ്പിലല്ല, അതിന്റെ പിന്നിൽ CPM ആണ്. കാരണം TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് മാഷാള്ള സ്റ്റിക്കർ ഒടിച്ച കാറ് വിട്ട ആൾക്കാരല്ലേ? ഫസലിനെ കൊന്നിട്ട് രക്തം പുരട്ട തൂവാല അമ്പലത്തിന് മുന്നിൽ കൊണ്ടുവച്ച ആൾക്കാരല്ലേ? അവർ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. അതിപ്പോഴും തുടരുകയാണ്. അതാണല്ലോ നമ്മുടെ TP രാമകൃഷ്ണൻ മത്സരിച്ച സീറ്റില് ഫാത്തിമ അല്ലെ, ഫാത്തിമയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൗബിലെ കുട്ടിയാണ് എന്ന രീതിയിൽ സ്ക്രീൻഷോട്ട്, ഈ പറയുന്ന ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മറ്റൊരു രൂപം അവര് പേരാമ്പ്രയില് പരീക്ഷിച്ചു. പക്ഷേ തുടക്കത്തിൽ തന്നെ പാളിപ്പോയി, തുടക്കത്തിൽ തന്നെ പിടിക്കപ്പെട്ടു. മാപ്പ് പറഞ്ഞു TP രാമകൃഷ്ണൻ അല്ലേ? എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി നന്നാവില്ലാന്നേ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഒരു തെറ്റിൽ നിന്ന് മനുഷ്യ സഹജം, തെറ്റുകൾ ആർക്കും പറ്റും. തെറ്റ് പറ്റിയെന്ന് ഏറ്റുപറയുകയും ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ അല്ലെ, ജനാധിപത്യ ബോധമുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. എല്ലാ നാടുകളിലും എല്ലാ കാലത്തും അതാണ് ഇത് ശരി. അല്ലാതെ കാരണഭൂതത്തെ പോലെ ഒരു തെറ്റും പറ്റില്ല, എന്റെ 2 കൈകളും ശുദ്ധമാണ് എന്ന് മുരത്ത കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് പറ്റും. അതാണ് VD സതീശൻ പറഞ്ഞത്. തെറ്റ് പറ്റിയാൽ പറ്റിയത് മനസ്സിലായ തിരുത്തണം. പ്രദീപിനെ നിയമിച്ച കാര്യം അത് 24 മണിക്കൂറിനുള്ളിൽ തിരുത്തി. സണ്ണി ജോസഫ് ബന്ധു നിയമന പരാതി വന്നപ്പോൾ 24 മണിക്കൂറെല്ലാം തിരുത്തി. മനുഷ്യന്മാർക്ക് തെറ്റുപറ്റുന്നേ, ദൈവങ്ങളല്ലല്ലോ. കാരണബോധത്തിന് മാത്രമല്ലേ തെറ്റുപറ്റാത്തുള്ളൂ. അപ്പൊ തെറ്റുപറ്റിയാൽ തിരുത്തും, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ CPM-മാര് തെറ്റുപറ്റിയാൽ തിരുത്തില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റിയില്ല. കാരണം ഞങ്ങൾ സർവജ്ഞപീഠം കേറിയവരാണ്. ഇതാണ് ഇവരുടെ മനോഭാവം. അപ്പം CPM ഏറ്റവും വലിയ പ്രതിസന്ധിയിലാകാൻ പോകുന്നത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടമേത് എന്ന് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ ദിവസം വേണ്ട, മണിക്കൂറുകൾക്കുള്ളിൽ കേരള പോലീസ് കണ്ടെത്തും. കാരണം കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കഴിവുള്ളവരാണ്. പക്ഷേ കേരള പോലീസിനെ ഇതുവരെ അവരുടെ ഈ അന്വേഷണ പാടവം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഞാൻ പറയുന്നതിനപ്പുറം പോകരുത്, ഞാൻ പറയുന്നവരെ മാത്രം പിടിച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞത് അല്ലെ? CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-നുള്ള അടുത്ത വെടി അവരുടെ ആസനത്തിൽ മാത്രമല്ല കുടുങ്ങിയത്, നെഞ്ചത്ത് തന്നെയാണ് കുടുങ്ങിയത് കേട്ടോ. അതായത് കാഫിർ സ്ക്രീൻഷോട്ടിൽ പ്രതി അകത്താകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ ജിതിൻ ഭാസ്കർ എന്ന് പറയുന്ന വടകര സ്ക്വാഡ് എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിനായ ജിതിൻ ഭാസ്കറിനെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്, റിമാൻഡിലാക്കി. ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് വന്നത്, ഈ സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവം എവിടെ നിന്ന് എന്നുള്ളത് SITക്ക് അറിവ് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 2 വർഷം അല്ലെ, 2 വർഷത്തിൽ കൂടുതലായി, 2.5 വർഷമായി പിണറായി സർക്കാർ അന്വേഷിച്ചിട്ട് പ്രതിയെ കിട്ടാത്ത കേസ്. അതാണ് 2.5 ആഴ്ച കൊണ്ട് 2.5 സതീശന്റെ പോലീസ് എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ പോലീസ്, UDF സർക്കാരിന്റെ പോലീസ് വെറും 2.5 ആഴ്ച കൊണ്ട് കള്ളനെ പിടിച്ചു. ഇതുവരെ റിവേഴ്സ് രാമകൃഷ്ണൻ ഇങ്ങനെ തട്ടിത്തടഞ്ഞു നിൽക്കേനു. റിവേഴ്സ് രാമകൃഷ്ണന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് വന്നത്. നാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, റിവേഴ്സ് രാമകൃഷ്ണനാണ് ആദ്യമായിട്ട് ഈ കാഫിർ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തത് എന്ന് കണ്ടെത്തി. എന്നാ പിന്നെ അയാളോട് ചോദിച്ചാൽ പോലെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? എടോ റിവേഷെ പറയടോ, എവിടുന്നാണോ കിട്ടിയതെന്ന് കണ്ണുരുട്ടി ചോദിച്ചാൽ റിവേഷ് പറയില്ലേ? ചോദിച്ചില്ല. കാരണം ഈ പറയുന്ന പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്ത ആൾക്കാർക്ക് അറിയാം എവിടുന്നാണ് സൃഷ്ടിച്ചത്, ആരൊക്കെയാണിത് ആരൊക്കെയാണിത് പ്രചരിപ്പിച്ചത് എല്ലാവർക്കും അറിയാം. അപ്പം റിബേഷിനോട് പിന്നെ മിണ്ടിയില്ല. റിബേഷിനോട് കണ്ണുരുട്ടി ചോദിച്ചാൽ റിബേഷ് പറയും. അപ്പൊ ആരൊക്കെ കൊടുക്കാൻ പോകുന്നു? ടീച്ചറമ്മ മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ അഴിയണം പോവുകയാണ്.
ടീച്ചറമ്മയ്ക്ക് എന്താ പറഞ്ഞതറിയോ? ഇത് ഷാഫി പറമ്പിലാണ്, ഷാഫി പറമ്പിലാണ് വർഗീയവാദി, ഷാഫി പറമ്പിൽ പൊളിറ്റിക്കൽ പോയ്സൺ ആണെന്ന് ഏറെയും പറഞ്ഞു. ഉള്ള തെമ്മാടിത്തം മുഴുവൻ ചെയ്തിട്ട് ഇതൊക്കെ യൂത്ത് ലീഗുകാരുടെ തലയിലാണ് ഇടിപ്പിച്ചിട്ട് ഇവർ കൈ കഴുകുകയും. അപ്പോഴാണ് CPM ഒരു വർഗീയ പോയ്സൺ ആവാൻ പാടില്ലായിരുന്നു. CPM ഇങ്ങനെ വർഗീയ വിഷം മുമ്പും വമിപ്പിച്ചിട്ടുണ്ട്. TPA കൊന്ന വാഹനത്തിൽ മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ചു. അതായത് CPM ചെയ്ത വർഗീയ കുത്തിത്തിരിപ്പുകളുടെ ഒരു കഥ കൂടി ഇതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമുക്കറിയാലോ, TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് ആ ഇന്നോവ കാറിലെ മാഷ അള്ള എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചു. ഇത് ചെയ്തത് ഇസ്ലാമിക തീവ്രവാദികളാണെന്ന് വിചാരിച്ചോട്ടെ. എങ്ങനെയുണ്ട് ഇവരുടെ കാഞ്ഞ ബുദ്ധി? അമ്മാതിരി ടീമല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വർഗീയ, അതായത് TP ചന്ദ്രശേഖരനെ കൊന്നത് മുസ്ലിം തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കണം, എന്നിട്ട് ഇവർക്ക് രക്ഷപ്പെടണം. അത് ചെയ്ത ടീമാണ്. പിന്നെ ഫസലിനെ കൊന്ന ശേഷം തൂവാല അമ്പലത്തിന് മുമ്പിൽ കൊണ്ടുപോയി കളഞ്ഞു. CPM ചെയ്ത വേറൊരു തെണ്ടിത്തരാണ്. ഫസലിനെ കൊന്നിട്ട് രക്തം പുരട്ട തൂവാല അമ്പലത്തിന്റെ മുന്നിൽ. RSS ആണ് കൊന്നത്, BJP-ക്കാരാണ് കൊന്നത് എന്ന് വരുത്തി തീർക്കാൻ. കമ്മ്യൂണിസ്റ്റായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റ് നിന്ന് ഇതിനെയൊക്കെ എതിർക്കണം, അദ്ദേഹം പറഞ്ഞു. ആരാ പറഞ്ഞു അറിയോ? ഇതൊക്കെ പറഞ്ഞത്, ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഷാഫി പറമ്പിലാണ് പറഞ്ഞത്. ഇന്നലെ വരെ ഷാഫി പറമ്പിലാണ് വർഗീയവാദി, ഷാഫി പറമ്പിലാണ് ഇതിന്റെ പിന്നിലെന്ന് ടീച്ചറമ്മ ഉൾപ്പെടെ പറഞ്ഞു. ഉളുപ്പുണ്ടോ ശൈലജ ടീച്ചറെ? നിങ്ങളൊക്കെ ടീച്ചറെ എങ്ങനെയാ വിളിക്കേണ്ടത്? നിങ്ങളൊക്കെ ടീച്ചർ അമ്മയാണല്ലോ, മണ്ണാങ്കട്ട. നിങ്ങൾ പറഞ്ഞില്ലേ ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ്, ഷാഫി പറമ്പിലാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ. ഇപ്പൊ എന്തായി? ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഇപ്പം കണ്ടെത്തും. പോലീസ് വരും കേട്ടോ. ഞാൻ ഇപ്പൊ പറയുന്നില്ല ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നിന്ന്. അപ്പൊ ഇതില് ഷാഫി പറമ്പിലിന്റെ, ഞാൻ ഇപ്പൊ വായിച്ചത് ഷാഫി പറമ്പിലിന്റെ ഏറ്റവും അവസാനത്തെ ആ വാചകങ്ങളാണ്. ഇതിൽ ഷാഫി പറമ്പിൽ പറയുന്നു, കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വിദ്വേഷ പ്രചരണത്തിനായി വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവരെയും കണ്ടെത്തണമെന്ന് ഷാഫി പറമ്പിൽ MP കോഴിക്കോട് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നത് പോലീസ് നിഷ്പക്ഷ അന്വേഷണം നടത്തിയതിനാലാണ്. DYFIക്കാർ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതം എന്നാണ്. രാഷ്ട്രീയ പ്രേരിതം, അതുകൊണ്ടാണ് ഇത്ര പേരെ പിടിച്ചത്. നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഇത് ഗുരുതരമായ കുറ്റമാണ്. പച്ചക്കള്ളം പ്രചരിപ്പിച്ചത് ജനങ്ങൾ തോൽപ്പിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് വടകരയിലെ ജനങ്ങളോടാണ്. ഇത്ര ഗുരുതരമായ ഒരു കേസ് ശരിയായി അന്വേഷിക്കാൻ ഭരണകൂടം തന്നെ മാറേണ്ടി വന്നു. പെരുങ്കള്ളത്തെ തിരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുത്തിയത് വോട്ടർമാരാണ്. യഥാർത്ഥത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ആ പെരുങ്കള്ളത്തെ, വ്യാജ നിർമ്മിതിയെ ആദ്യം പൊളിച്ചടിക്കിയത് വടകരയിലെ ജനങ്ങളാണ്. അവർ ഈ പറയുന്ന വർഗീയ വിഷം വമിപ്പിക്കുന്ന CPM-ന്റെ ഈ കപട നാട്യത്തെ, ഇവരുടെ ഈ രീതിയിലുള്ള കുതന്ത്രത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തി. ടീച്ചറമ്മയെ നാണം കെട്ട രീതിയിൽ തോൽപ്പിച്ചു അല്ലേ? 1.25 ലക്ഷത്തിന്റെ വോട്ടിന് അവര് ഷാഫി പറമ്പിലിനെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വടകരയിലെ നീതിബോധമുള്ള ജനങ്ങൾ, അവർക്ക് മനസ്സിലായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പിന്നിൽ യൂത്ത് ലീഗ് അല്ല, കോൺഗ്രസ് അല്ല, ഷാഫി പറമ്പിലല്ല, അതിന്റെ പിന്നിൽ CPM ആണ്. കാരണം TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് മാഷാള്ള സ്റ്റിക്കർ ഒടിച്ച കാറ് വിട്ട ആൾക്കാരല്ലേ? ഫസലിനെ കൊന്നിട്ട് രക്തം പുരട്ട തൂവാല അമ്പലത്തിന് മുന്നിൽ കൊണ്ടുവച്ച ആൾക്കാരല്ലേ? അവർ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. അതിപ്പോഴും തുടരുകയാണ്. അതാണല്ലോ നമ്മുടെ TP രാമകൃഷ്ണൻ മത്സരിച്ച സീറ്റില് തെഹല ഫാത്തിമ അല്ലെ, തെഹല ഫാത്തിമയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൗബിലെ കുട്ടിയാണ് എന്ന രീതിയിൽ സ്ക്രീൻഷോട്ട്, ഈ പറയുന്ന ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മറ്റൊരു രൂപം അവര് പേരാമ്പ്രയില് പരീക്ഷിച്ചു. പക്ഷേ തുടക്കത്തിൽ തന്നെ പാളിപ്പോയി, തുടക്കത്തിൽ തന്നെ പിടിക്കപ്പെട്ടു. മാപ്പ് പറഞ്ഞു TP രാമകൃഷ്ണൻ അല്ലേ? എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി നന്നാവില്ലാന്നേ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഒരു തെറ്റിൽ നിന്ന് ഒരു മനുഷ്യ സഹജ തെറ്റുകൾ ആർക്കും പറ്റും. തെറ്റ് പറ്റിയാൽ തെറ്റ് പറ്റിയെന്ന് ഏറ്റുപറയുകയും ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ അല്ലെ, ജനാധിപത്യ ബോധമുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. എല്ലാ നാടുകളിലും എല്ലാ കാലത്തും അതാണ് ഇത് ശരി. അല്ലാതെ കാരണഭൂതത്തെ പോലെ ഒരു തെറ്റും പറ്റില്ല, അതിന്റെ 2 കൈകളും ശുദ്ധമാണ് എന്ന് മുരത്ത കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് പറ്റും. അതാണ് VD സതീശൻ പറഞ്ഞത്. തെറ്റ് പറ്റിയാൽ പറ്റിയത് മനസ്സിലായ തിരുത്തണം. പ്രദീപിനെ നിയമിച്ച കാര്യം അത് 24 മണിക്കൂറിനുള്ളിൽ തിരുത്തി. സണ്ണി ജോസഫ് ബന്ധു നിയമന പരാതി വന്നപ്പോൾ 24 മണിക്കൂറുള്ള തിരുത്തി. മനുഷ്യന്മാർക്ക് തെറ്റുപറ്റുന്നേ, ദൈവങ്ങളല്ലല്ലോ. കാരണബോധത്തിന് മാത്രമല്ലേ തെറ്റുപറ്റാത്തുള്ളൂ. അപ്പൊ തെറ്റുപറ്റിയാൽ തിരുത്തും, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ CPM-മാര് തെറ്റുപറ്റിയാൽ തിരുത്തില്ല. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയില്ല, കാരണം ഞങ്ങൾ സർവജ്ഞപീഠം കേറിയവരാണ്. ഇതാണ് ഇവരുടെ
മനോഭാവം. അപ്പം CPM ഏറ്റവും വലിയ പ്രതിസന്ധിയിലാകാൻ പോകുന്നത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടമേത് എന്ന് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ ദിവസം വേണ്ട, മണിക്കൂറുകൾക്കുള്ളിൽ കേരള പോലീസ് കണ്ടെത്തും. കാരണം കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കഴിവുള്ളവരാണ്. പക്ഷേ കേരള പോലീസിനെ ഇതുവരെ അവരുടെ ഈ അന്വേഷണ പാടവം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഞാൻ പറയുന്നതിനപ്പുറം പോകരുത്, ഞാൻ പറയുന്നവരെ മാത്രം പിടിച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞത്, അല്ലേ? അപ്പൊ ഏതായാലും കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വിവാദ സന്ദേശം പ്രചരിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിൻ ഭാസ്കറെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഉറവിടം സംബന്ധിച്ച് SITക്ക് വിവരം കിട്ടിയതായി സൂചന. ഉറവിടം കിട്ടിയിരിക്കുന്നു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉറവിടത്തിലേക്ക് പോലീസ് ഒരു പടി കൂടി അടുത്തിരിക്കുന്നത്. ജിതിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ വ്യക്തത വരൂ എന്നാണ് SIT കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. റിമാൻഡ് റിപ്പോർട്ടിലും ഇതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ജിതിനെ കസ്റ്റഡിയിൽ കിട്ടാൻ അന്വേഷണ സംഘം വ്യാഴാഴ്ച വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. അതായത് ഇന്ന് വിവാദ സന്ദേശം 200ഓളം പേർക്ക് വാട്സപ്പിലെ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് വഴി അയച്ചത് ജിതിനാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 200 ആൾക്കാർക്ക് മൂപ്പർ തന്നെ, ജിതിൻ ഭാസ്കർ തന്നെ അയച്ചിട്ടുണ്ട് ഈ സാധനം. തനിക്ക് സന്ദേശം വന്ന വഴി അന്വേഷണ സംഘം തിരിച്ചറിയാതിരിക്കാൻ ജിതിൻ തെളിവ് നശിപ്പിച്ചതായും കണ്ടെത്തി. ഏതാ മുതലല്ലേ? എന്നാൽ ശാസ്ത്രീയ പരിശോധനയിൽ ഉറവിടത്തിലേക്ക് വഴി തുറന്നതായാണ് സൂചന. ജിതിനെ പെട്ടെന്ന് തന്നെ SIT അറസ്റ്റ് ചെയ്തതും ഉറവിടം സംബന്ധിച്ച സൂചന ലഭിച്ചതിന് ശേഷമാണ്. വിവാദ സന്ദേശം സാമൂഹ്യ മാധ്യമം വഴി പ്രചരിപ്പിച്ചവരും കേസിൽ പ്രതി ചേർക്കപ്പെടുമെന്ന് ഉറപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചറമ്മ മുതൽ ഇങ്ങക്കപ്പുറത്തേക്ക് KK ലതിക വരെ കുടുങ്ങുമെന്നുള്ളത് ഉറപ്പായി കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.